ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സ്ഥലത്തിന്റെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. കസേര കാണാൻ പറ്റും, ഡൈനിങ് ടേബിൾ കാണാൻ പറ്റും, TV കാണാൻ പറ്റും, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എനിക്ക് കാണാൻ പറ്റും. പക്ഷെ അതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സ്പേസ് ആണ്, അതായത് എംപ്റ്റി ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ എംപ്റ്റി സ്പേസ് എന്ന് പറയുന്നത് ശരിക്കും എംപ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമല്ല. അതിൻ്റെ അകത്ത് ഒരുപാട് മോളിക്യൂൾസ്, ഒരുപാട് പാർട്ടിക്കിൾസ്, ഒരുപാട് ആറ്റംസ് ഒക്കെ ഉണ്ട്. അതായത് ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഗ്യാസസ് നിറഞ്ഞൊരു സ്പേസ് ആണ്. അതായത് എന്റെ മുന്നിൽ ഈ കാണുന്ന ഈ ഒരു എംപ്റ്റി സ്പേസിന്റെ 1 മീറ്റർ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം 10⁻25, അതായത് 1 സെപ്റ്റില്യൺ പാർട്ടിക്കിൾസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളിപ്പോ ഈ കാണുന്നത് 20 സെന്റിമീറ്ററിന്റെ ഒരു ക്യൂബാണ്. അപ്പോൾ 1 മീറ്റർ ക്യൂബിന്റെ അകത്തുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് അത് സ്പേസ് എംപ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, കംപ്ലീറ്റ് വാക്യൂം ആണ്, അതായത് അവിടെ ഒരു സാധനവും ഇല്ല എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങളിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഭൂമിയിൽ അറ്റ്മോസ്ഫിയർ എന്നുള്ളൊരു സംഭവം ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് മിക്കവർക്കും അറിയാത്ത ഒരു കാര്യം, നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ ഒരുപാട് ലേയേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഉടുക്കത്തെ ചൂടിന്ന് ഇപ്പോൾ ഉടുക്കത്തെ മഴയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്, അതായത് മഴയും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ആ ഒരു ലെയറിനെയാണ് നമ്മൾ ശരിക്കും ടോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന ലെയറിനെയാണ് നമ്മൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെയറിലാണ് മിക്കവാറും എയറോപ്ലെയിനും കാര്യങ്ങളൊക്കെ പറക്കുക. കാരണം ഇവിടുത്തെ എയർ ടർബുലൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. അത് മാത്രമല്ല മഴയും കാര്യങ്ങളും, അതായത് വെതറും കാര്യങ്ങളൊക്കെ ഈ എയർക്രാഫ്റ്റ് പറക്കുന്നതിന്റെ താഴെയായിരിക്കും ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഒട്ടുമിക്ക കൊമേഴ്ഷ്യൽ എയർലൈൻസ് ഒക്കെ ഇങ്ങനെ പറക്കുന്നത്. ഇനി അതിന്റെ മുകളിലാണ് മെസോസ്ഫിയർ എന്ന് പറയുന്ന ലെയർ വരുന്നത്. അവിടെയാണ് നമ്മുടെ ഭൂമിയിലുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ക്ലൗഡുകൾ കണ്ടുവരുന്നത്. അത് മാത്രമല്ല ഈ ഒരു ലെയറിലാണ് നമ്മുടെ മീറ്റിയോറൈറ്റ്സ് ഒക്കെ നമ്മുടെ ഭൂമിയിലേക്ക് വന്നിട്ട് ഇങ്ങനെ എരിഞ്ഞില്ലാണ്ടാവുന്നത്. അതിന്റെ മുകളിലുള്ള ലെയറിനാണ് നമ്മൾ ശരിക്കും തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലെയറിലാണ് നമ്മുടെ കർമൻ ലൈനൊക്കെ ഉള്ളത്. അതായത് നമ്മുടെ ഭൂമിയുടെ സർഫസ് ചെയ്യുന്നത് 100 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡ് ഉള്ള ആ ഒരു ബൗണ്ടറിനെയാണ് നമ്മൾ ശരിക്കും കർമൻ ലൈൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ലൈനിന്റെ അപ്പുറം നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ്ലെസ്നെസ് അനുഭവപ്പെടാൻ പറ്റും. അത് മാത്രമല്ല നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനൊക്കെ ഓർബിറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താ വെച്ചാൽ നമ്മുടെ മിക്കവരുടെ മൈൻഡിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സ്പേസ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ തെർമോസ്ഫിയർ കഴിഞ്ഞാലും ഇനി ഒരു ലെയറും കൂടിയുണ്ട്. അതിനാണ് ശരിക്കും എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഈ എക്സോസ്ഫിയറിന്റെ ലെങ്ത്, അതായത് ഈ എക്സോസ്ഫിയർ എന്തോരം നമ്മുടെ ഭൂമിയിൽ സ്ട്രെച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് സയന്റിസ്റ്റുമാർ തമ്മിൽ ഇങ്ങനെ ഒരു ഡിബേറ്റ് ആയിരുന്നു. അതായത് എക്സോസ്ഫിയർ എന്തോരം ദൂരം ഇങ്ങനെ ഭൂമിയായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിനൊക്കെ പറ്റിയിട്ട്. അങ്ങനെ അവസാനം എക്സോസ്ഫിയറിന്റെ ആ ഒരു കറക്റ്റ് എക്സാക്ട് ലെങ്ത്, അതായത് എക്സാക്ട് വലിപ്പം നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ വളരെയധികം ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്കവറി ആയി മാറിയത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻസ് ഏറ്റവും കൂടുതൽ ഫർദസ്റ്റ് ആയിട്ട് പോയിട്ടുള്ളത് ശരിക്കും മൂണിലാണ്. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഈ എക്സോസ്ഫിയറിന്റെ ശരിക്കുള്ള വലിപ്പം നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ നമ്മുടെ ഭൂമിയുടെ സർഫസിൽ നിന്ന് ഏകദേശം 6,30,000 കിലോമീറ്റർ ദൂരത്താണ് ഈ എക്സോസ്ഫിയറിന്റെ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അകത്താണ് ശരിക്കും നമ്മുടെ മൂൺ ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് നമ്മുടെ മനുഷ്യര് ഇതുവരെയായിട്ട് നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ വിട്ട് പുറത്ത് പോയിട്ടില്ല. ഇതെങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. ഈ റൂമിൽ ഭയങ്കര നിറച്ചിങ്ങനെ പുകയുണ്ടെന്ന് വിചാരിച്ചോ. ആ പുകയിലേക്ക് ഞാനൊരു ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ പുക ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് പുക അവിടെ ഉള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ സൂര്യന്റെ ലൈറ്റ് ഭൂമിനെ തട്ടുമ്പോൾ നമ്മുടെ ഭൂമിയിലെ അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയുടെ ചുറ്റും ഇങ്ങനെ ഒരു ഗ്ലോ ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മുടെ ഭൂമിയിലെ അറ്റ്മോസ്ഫിയർ ഗ്യാസസ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഭൂമി ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്ലോയിങ് എന്തോരം ദൂരം പോകുന്നുണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ എന്തോരം ദൂരം നമ്മുടെ ഭൂമി ഗ്ലോ ചെയ്യുന്നുണ്ട്, അതിനെയാണ് ശരിക്കും നമ്മുടെ ഭൂമിയുടെ കറക്റ്റ് അറ്റ്മോസ്ഫിയറിന്റെ വലുപ്പം എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം നമ്മൾ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ മൂൺ ശരിക്കും നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിന് ഉള്ളിൽ കൂടെ തന്നെയാണ് ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂര്യപ്രകാശം കാരണം നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ഗ്ലോ ചെയ്യുന്ന ആ ഒരു ഫിനോമിനയാണ് ശരിക്കും ജിയോ കൊറോണ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഭയങ്കര അമേസിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ കണ്ടുപിടിച്ചത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ മുന്നിൽ കാണുന്ന ഈ ഒരു സ്പേസിന്റെ 1 ക്യൂബിക് മീറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 1 സെപ്റ്റില്യൺ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെയും മൂണിന്റെയും ആ ഒരു ഗ്യാപ്പിന്റെ അകത്ത് ഞാൻ 1 മീറ്റർ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 70 ലക്ഷം പാർട്ടിക്കിൾസ് ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമ്മൾ ഒന്നുകൂടി പുറകോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ പ്ലാനറ്റുകൾക്ക് ഇടയിലുള്ള ആ ഒരു സ്പേസിന്റെ അകത്ത് എന്തോരു പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 1 ക്യൂബിക് മീറ്ററിന്റെ അകത്ത് 5 മില്യൺ, അതായത് 5 ലക്ഷം പാർട്ടിക്കിൾസ് വരെ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്.
ഇവിടെ നിന്ന് നമ്മൾ ഒന്നും കൂടി സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 സോളാർ സിസ്റ്റം തമ്മിലുള്ള സ്പേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസിനെയാണ് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് വാക്കായിട്ടുള്ള ഇന്റർസ്റ്റെല്ലാർ സ്പേസ് എന്ന് പറയുന്നത്. അതായത് 2 സോളാർ സിസ്റ്റം തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിനെയാണ്, ആ ഒരു സ്ഥലത്തിനാണ് നമ്മൾ ശരിക്കും ഇന്റർസ്റ്റെല്ലാർ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 1 ക്യൂബിക് മീറ്റർ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം കണക്കാണ് ഞാൻ പറയുന്നത്, ഏകദേശം 1000 പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇനി ഈ ഇന്റർസ്റ്റെല്ലാർ സ്പേസിൽ ഞാൻ ഒന്നും കൂടി സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഗാലക്സികൾ കാണാൻ പറ്റും. രണ്ടൊന്നല്ല, ഒരുപാട് ഗാലക്സികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഗാലക്സികൾ തമ്മിലുള്ള ആ ഒരു സ്പേസിനെയാണ് നമ്മൾ ശരിക്കും ഇന്റർ ഗലാക്റ്റിക് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പേസിന് ഞാൻ 1 ക്യൂബിക് മീറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏകദേശം 10 പാർട്ടിക്കിൾസ് ഉണ്ടാവുന്നതാണ് നമ്മുടെ ഏകദേശം ഇപ്പോഴത്തെ നമുക്ക് അറിയാവുന്നതിന് വെച്ച് ഏകദേശം ഒരു ധാരണ. നിങ്ങളൊന്നും കൂടി ഒന്ന് ആലോചിക്കുക, ഒരുപാട് ഗാലക്സികൾ തമ്മിലുള്ള ആ ഒരു വോയിഡ്, ആ ഒരു ഗ്യാപ്പിലാണ് 1 ക്യൂബിക് മീറ്ററിനകത്ത് ഏകദേശം 10 പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറയുന്നത്. എന്നിട്ട് പോലും നമ്മുടെ സ്പേസ് എംപ്റ്റി അല്ല, അതിൻ്റെ അകത്ത് എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഇവിടെ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എന്ത് തരത്തിലുള്ള പാർട്ടിക്കിൾസ് ആണെന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാം, ഹൈഡ്രജൻ ആവാം, ഓക്സിജൻ ആവാം, എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാൻ ഇവിടെ നിന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ലോക്കൽ ക്ലസ്റ്റേഴ്സ് കാണാൻ പറ്റും. അതായത് ഏകദേശം 50-60ഓളം ഗാലക്സികൾ കൂടിച്ചേരുന്ന ഒരുപാട് ലോക്കൽ ക്ലസ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അത് ഒരുപാട് ഗാലക്സികൾ അതിൻ്റെതായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഡിസിപ്ലിനിൽ നിൽക്കുന്ന ആ ഒരു ലോക്കൽ ക്ലസ്റ്റർ, ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ശരിക്കും ലോക്കൽ ഗാലക്സി ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ കൂടി നിൽക്കുന്ന സ്റ്റാർസ് ഒന്നും അല്ല കേട്ടോ, ഗാലക്സികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ലോക്കൽ ക്ലസ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് ലോക്കൽ ക്ലസ്റ്റേഴ്സ് കൂടി ചേരുമ്പോൾ ഒരു വലിയൊരു സൂപ്പർ ക്ലസ്റ്റർ ഉണ്ടാവും. സോളാർ സിസ്റ്റം ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഗാലക്സി അടങ്ങി നിൽക്കുന്ന ആ ഒരു സൂപ്പർ ക്ലസ്റ്ററിന്റെ പേര് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. അപ്പോൾ ഈ സൂപ്പർ ക്ലസ്റ്റേഴ്സ് ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു വലിയൊരു ഒബ്സർവബിൾ യൂണിവേഴ്സ് നമ്മുടെ ഇവിടെ ഉണ്ടാവും. ഇനി ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷ്വൽ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഗാലക്സികൾ കൂടി ചേർന്നുണ്ടായ ഒരു സൂപ്പർ ക്ലസ്റ്റർ ആണ്. അപ്പോൾ ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു വോയിഡുകൾ കാണാൻ പറ്റും. അതായത് ഒരുപാട് എംപ്റ്റി സ്പേസസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെയൊക്കെയാണ് നമ്മുടെ യൂണിവേഴ്സിലത്തെ ഏറ്റവും ലോൺലിയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഈ ഒരു സ്പേസിനെയാണ് നമ്മൾ ശരിക്കും ഗ്രേറ്റ് വോയിഡ് എന്ന് വിളിക്കുന്നത്. വോയിഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എംപ്റ്റി. അതിനെയാണ് നമ്മൾ ശരിക്കും ഗ്രേറ്റ് വോയിഡ് എന്ന് വിളിക്കുന്നത്. എന്നാലും ഞാൻ ഈ ഗ്രേറ്റ് വോയിഡിന്റെ അകത്ത് 1 ക്യൂബിക് മീറ്റർ എടുത്തുകൊണ്ട് വെച്ചെന്ന് വിചാരിക്കുക, അതിൻ്റെ അകത്ത് ഒരു ആറ്റം ഈ ഒരു സംഭവത്തിനകത്ത് ഉണ്ടാവും. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്രയും വലിയൊരു ലോൺലി ആയിട്ടുള്ള ഒരു സ്പേസ്, അതായത് ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ മില്യൺസ് ഓഫ് ട്രില്യൺസ്, എത്ര ലൈറ്റ് ഇയർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അത്രയും ലൈറ്റ് ഇയർ ഇങ്ങനെ വലിയായിട്ട് എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ അകത്ത് പോലും 1 ആറ്റം പെർ ക്യൂബിക് മീറ്റർ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ സ്പേസ് ഇപ്പോഴും എംപ്റ്റി ആയിട്ടില്ല. ഇനി എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും ഇങ്ങനെ പറയുക എന്ന് വെച്ചാൽ, അതായത് നമ്മുടെ സ്പേസ് ഇങ്ങനെ എംപ്റ്റി ആണ്, അത് വാക്യൂം ഓഫ് സ്പേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുക എന്ന് വെച്ചാൽ, അപ്പോൾ അവരുടെ അടുത്ത് നിങ്ങൾക്ക് മറുചോദ്യം ചോദിക്കാൻ പറ്റും. അതായത് സ്പേസ് ശരിക്കും എംപ്റ്റി അല്ല, അതിൻ്റെ അകത്ത് ഇങ്ങനെ പാർട്ടിക്കിൾസ് ഉണ്ട്, അതായത് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. കാരണം ഇതാണ് ശരിക്കും യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരുപാട് ആൾക്കാരെ തിങ്കിങ് എന്താണെന്ന് വെച്ചാൽ സ്പേസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എംപ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഒരുപാട് ആൾക്കാർ കാണുന്നത്. പക്ഷെ നമ്മുടെ സ്പേസിന്റെ അകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടെന്നുള്ളതാണ് ശരിക്കും വാസ്തവമായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലേ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് 1 ക്യൂബിക് മീറ്റർ നിങ്ങൾ എടുത്തോ, ഓക്കെ, അതിൻ്റെ അകത്ത് ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ആറ്റം പോലും ഇല്ലാത്ത ഒരു സ്ഥലം നിങ്ങൾ എടുത്തോ. അതിൻ്റെ അകത്തും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്, അതായത് ക്വാണ്ടം പാർട്ടിക്കിൾസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒന്നുമില്ലാത്ത ഒരു സ്പേസിന്റെ അകത്ത് ഞാൻ 1 ക്യൂബിക് മീറ്റർ എടുത്തു എന്ന് വിചാരിക്കാം, അതിൻ്റെ അകത്ത് വെർച്വൽ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, അതായത് ഈ പാർട്ടിക്കിൾസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് എക്സിസ്റ്റൻസ്, അതിങ്ങനെ വന്ന് എക്സിസ്റ്റൻസിലേക്ക് ഇങ്ങനെ വരികയും ചെയ്യും, അത് പെട്ടെന്ന് തന്നെ മാഞ്ഞു പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനെയൊക്കെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ, കഴിഞ്ഞതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ക്വാണ്ടം തിയറിനെ പറ്റി പറയേണ്ടി വരും. കാരണം ഇത് അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ക്വാണ്ടം പാർട്ടിക്കിൾസിനെ പറ്റിയിട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. പക്ഷെ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അത് എന്തുവരെ സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് മനസ്സിലാവും, പക്ഷെ അത് എങ്ങനെ നിങ്ങളുടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയില്ല. അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും പറയുന്നതായിരിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. അതായത് ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഒരു ആറ്റം പോലും ഇല്ലാത്ത ഒരു സ്പേസിന്റെ അകത്ത് 1 ക്യൂബിക് മീറ്റർ എടുത്ത് കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് മില്യൺസ് ഓഫ് വെർച്വൽ പാർട്ടിക്കിൾസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാലും അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതായത് ഒന്നുമില്ലാത്ത സ്ഥലം ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരുപാട് ആൾക്കാർ കമന്റ്സിലൂടെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്പേസ് കംപ്ലീറ്റ്ലി എംപ്റ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്.
അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് വെച്ചൊരു ടോപ്പിക്കാണ് ഇത്. അപ്പോൾ അത് നിങ്ങളുടെ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. ഞാൻ പിന്നെ അധികം പറയാത്ത ഒരു കാര്യമാണ് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത്. മുമ്പേ പറയുമായിരുന്നു, ഇപ്പൊ പറയാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ വീഡിയോക്ക് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ നോക്കാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.